ഏറെ നിരാശാജനകമായ ഒരു വാർത്തയാണ് പുറത്തുവരുന്നത്. UAE-യിലേക്ക് പ്രവേശിക്കാനുള്ള ഇന്ത്യൻ പ്രവാസികളുടെ പ്രതീക്ഷകൾക്ക് വീണ്ടും തിരിച്ചടിയായിരിക്കുകയാണ് പുതിയ തീരുമാനം. അർമേനിയ, ഇന്ത്യയിൽ നിന്നുള്ള ചാർട്ടേഡ് പാസഞ്ചർ വിമാനങ്ങളുടെ അനുമതി റദ്ദാക്കുകയും ഇന്ത്യക്കാർക്ക് വിസ അനുവദിക്കുന്നത് വൈകിപ്പിക്കുകയും ചെയ്യുന്നത് ഇന്ത്യൻ പ്രവാസികൾക്ക് UAE-യിലേക്ക് മടങ്ങാനുള്ള പ്രതീക്ഷയ്ക്ക് തിരിച്ചടിയായി മാറി. ഇന്ത്യയിൽ നിന്ന് മടങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രവാസികളെ ദുഃഖത്തിലാഴ്ത്തി ബഹ്റൈന്റെ പുതിയ തീരുമാനവും ഇന്ന് പ്രാബല്യത്തിൽ വരികയാണ്. റെസിഡന്റ് വിസ ഇല്ലാത്തവരെ ബഹ്റൈനിൽ പ്രവേശിപ്പിക്കേണ്ട എന്ന തീരുമാനം ഇന്നു മുതൽ നടപ്പിലാക്കി തുടങ്ങും. ഇന്ത്യ അടക്കം 20 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് സൗദിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് 14 ദിവസം ക്വാറന്റീനിൽ കഴിയണം എന്ന നിബന്ധന പാലിക്കാനുള്ള ഏക ഇടത്താവളം ബഹ്റൈൻ മാത്രമായിരുന്നു. ബഹ്റൈനിൽ റെസിഡന്റ് വിസ ഇല്ലാത്തവരെ ആ രാജ്യത്തേക്ക് പ്രവേശിപ്പിക്കേണ്ട എന്ന പുതിയ തീരുമാനമാണ് ഇപ്പോൾ ഇന്ത്യൻ പ്രവാസികൾക്ക് തിരിച്ചടിയായിരിക്കുന്നത്. സൗദി പ്രവാസികളെ മാത്രമല്ല മറ്റു ഗൾഫ് രാജ്യങ്ങളിൽ പോകാനും ബഹ്റൈൻ ഇടത്താവളമാക്കുന്നവരെയും പ്രയാസത്തിലാക്കുന്നതാണ് ഈ തീരുമാനം. സൗദിയിലേക്ക് പോകുന്നവർ ബഹ്റൈൻ വിസിറ്റ് വിസ എടുത്ത് അവിടെ ഇറങ്ങി 14 ദിവസം തങ്ങിയ ശേഷമാണ് ഇതുവരെ സൗദിയിലേക്ക് പ്രവേശിച്ചിരുന്നത്. ആ വഴിയാണ് ഇപ്പോൾ അടഞ്ഞിരിക്കുന്നത്. ബഹ്റൈനിൽ നിലവിൽ തൊഴിൽ വിസയോ മറ്റു നിലയിലുള്ള റെസിഡന്റ് വിസയോ ഇല്ലാത്ത വിദേശികൾക്ക് വിസിറ്റ് വിസ നൽകേണ്ട എന്നാണ് അധികൃതരുടെ തീരുമാനം. UAE-യിൽ നിന്ന് കുറഞ്ഞ ദിവസത്തെ അവധിക്ക് നാട്ടിലെത്തി തിരിച്ചു പോകാനിരുന്നവരാണ് ഇപ്പോൾ പ്രയാസത്തിലായിരിക്കുന്നത്. വിസ കാലാവധി തീർന്നവരും ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. 6 മാസത്തിൽ കൂടുതൽ നാട്ടിൽ കഴിഞ്ഞാൽ തിരിച്ചു പോകാൻ പ്രയാസവുമുണ്ട്. യാത്രാവിലക്ക് ദീർഘിപ്പിച്ചതോടെ വീണ്ടും പ്രതിസന്ധി ഉടലെടുത്തിരിക്കുകയാണ്. പെട്ടെന്ന് ജോലിയിൽ പ്രവേശിക്കേണ്ടവർക്കാണ് ഏറ്റവും പ്രയാസം നേരിടേണ്ടി വന്നിരിക്കുന്നത്. നിയന്ത്രണം നീങ്ങിയതിനു ശേഷം പോകാൻ കഴിഞ്ഞാലും അതത് രാജ്യങ്ങളിലെ ക്വാറന്റൈൻ വ്യവസ്ഥ പാലിക്കേണ്ടതിനാൽ ജോലിയിൽ പ്രവേശിക്കുന്നത് വീണ്ടും വൈകുമെന്ന ആശങ്കയുമുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.